ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വിഷയമാണ് കുഴഞ്ഞു വീണുള്ള മരണങ്ങളും കാർഡിയാക് അറസ്റ്റൊക്കെ. ഇതിനെക്കുറിച്ച് ഇന്ന് എൻ്റെ കൂടെ സംസാരിക്കാനുള്ളത് നാച്ചുറോപ്പതി അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വ്യക്തിയാണ് ജേക്കബ് വടക്കഞ്ചേരി. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ട് ഇത്രയും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്? കഴിഞ്ഞ കുറച്ച് കാലമായി, പ്രത്യേകിച്ചൊരു 80-കൾക്ക് ശേഷമാണ് ഈ ഹൃദയസ്തംഭനം, ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പൊതുവെ പറയുന്ന ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, എന്തായിരിക്കണം ഒരു ഹാർട്ട്, അതിൻ്റെ ക്വാളിറ്റി, ആ മെഷീനിൻ്റെ ഒരു പമ്പാണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഒരു പമ്പ്, വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പാണെങ്കിലും അത് ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിൻ്റെ ചേമ്പറുകൾ, അതിൻ്റെ പ്രഷർ കൊടുക്കുന്ന അതെല്ലാം എത്രത്തോളം പവർഫുള്ളാണ്. അപ്പോൾ 1/2 HP പമ്പുണ്ട്, 1 HP ഉണ്ട്, 20 HP ഉണ്ട്, അങ്ങനെ അവിടെ കയറി പോകും. 1/2 HP പമ്പുള്ള ഒരാൾ, അപ്പം മനുഷ്യരിൽ തന്നെ 1/2 HP പമ്പുള്ള ആളുണ്ട്, 2 HP പമ്പുള്ള ആളുണ്ട്, 5 HP ഉണ്ടാവും. 1/2 HP പമ്പുള്ള ഒരാൾ 10 HP പമ്പ് വേണ്ട രീതിയിലുള്ള പെരുമാറ്റം, ജീവിതം നയിച്ചാൽ പമ്പ് താങ്ങില്ല, പമ്പ് ഫെയിലിയർ ആകും. ഒരു കാര്യം. ഈ പമ്പ് തന്നെ ഏത് മെറ്റീരിയൽ എന്നുള്ള ചോദ്യമുണ്ട്. പ്ലാസ്റ്റിക് കൊണ്ട് പമ്പ് ഉണ്ടാക്കാം, ഫൈബർ കൊണ്ടുണ്ടാക്കാം, ഇരുമ്പ് കൊണ്ടുണ്ടാക്കാം, സ്റ്റീലിൽ തന്നെ ഫുഡ് ഗ്രേഡ് 304 സർജിക്കൽ സ്റ്റീൽ എന്ന് പറയുന്നത് 316 ആണ്. അപ്പോൾ ഏത് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതാണ്? അലൂമിനിയം കൊണ്ടുണ്ടാക്കിയതാണോ? പമ്പ് ചെയ്യുന്നത് വെള്ളം ആണോ, ഉപ്പ് വെള്ളമാണോ, ആസിഡാണോ, എണ്ണയാണോ? ഇതെല്ലാം നമുക്ക് പമ്പിനെ കൊണ്ട് പമ്പ് ചെയ്യിപ്പിക്കാം. ഉപ്പ് വെള്ളം പമ്പ് ചെയ്യാൻ ഇരിക്കുന്നൊരു പമ്പാണെങ്കിൽ, അപ്പോൾ അച്ചാറ് തീനിയുടെ രക്തം ഉപ്പ് വെള്ളത്തിന് സമമായിട്ട് വരും. നന്നായിട്ട് അച്ചാറ് ഉപ്പൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ ഒരു പമ്പ് പെട്ടെന്ന് മോശമാവും. അതിനേക്കാളും കൂടുതൽ മനുഷ്യഹൃദയത്തെ, മനുഷ്യ ശരീരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പഞ്ചസാര ലായനിയുള്ള വെള്ളമാണ് ഈ പമ്പിലൂടെ ചെല്ലുന്നതെങ്കിൽ, പഞ്ചസാര ചേർന്ന രക്തമാണെങ്കിൽ പമ്പ് വളരെ എളുപ്പത്തിൽ മോശമാവും. ഉപ്പ് പമ്പ് ചെയ്യുന്നതിനേക്കാളും ഒരുപക്ഷെ പഞ്ചസാര പമ്പ് ചെയ്യുന്ന പമ്പ്, ആൽക്കഹോളാണ് പമ്പിലേക്ക് ചെല്ലുന്നതെങ്കിലോ അതിലും വളരെ പെട്ടെന്ന് തന്നെ അത് മോശമാവും. പക്ഷെ അപ്പോഴും പഞ്ചസാര മോശമാക്കുന്നതിനേക്കാൾ സാവധാനത്തിലാണ് ആൽക്കഹോള് പമ്പിനെ മോശമാക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ എന്താണ്, ആളുടെ ശരീരം എങ്ങനെയുള്ളതാണ്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ നല്ല ഹൃദയം ഉണ്ടാവും, പമ്പ് വളരെ ശക്തമായിരിക്കും. പമ്പിലേക്ക് ചെല്ലുന്ന വെള്ളവും എറണാകുളം ചന്തത്തോട്ടിലെ വെള്ളം പോലെയാണോ, ഇടുക്കിയിലെ അരുവിയിലെ വെള്ളം പോലെയാണോ എന്നുള്ള ചോദ്യമുണ്ട്. കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്യാനിരിക്കുന്ന പമ്പും കായലിലെ വെള്ളം പമ്പ് ചെയ്യുന്നതും കടലിലെ വെള്ളം പമ്പ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു ഹൃദയത്തിന് ആരോഗ്യം കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളാണോ കഴിക്കുന്നത്. അതേപോലെ തന്നെ മരുന്നുകളുടെ ഉപയോഗം. ഇപ്പോൾ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹാർട്ട് അറ്റാക്ക്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന മരുന്നുകളുടെ ഒരു വലിയ ലിസ്റ്റ് കിട്ടും. അറ്റാക്ക് ഉണ്ടാക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് കിട്ടും. അതിൽ പെയിൻ കില്ലർ തുടങ്ങിയിട്ട് ധാരാളം മരുന്നുകൾ അറ്റാക്ക് വരുത്തുന്ന മരുന്നുകളായിട്ട് വരുന്നുണ്ട്. അതുകൂടാണ്ട് പല മരുന്നുകൾ കൂട്ടിച്ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡ്രഗ് ഇൻ്ററാക്ഷനിൽ പ്രയാസങ്ങൾ വരുന്നുണ്ട്. ഒരു 1980 വരെയൊക്കെ മലയാളിയുടെ ഭക്ഷണം ഏതാണ്ട് മര്യാദയുള്ള ഭക്ഷണമായിരുന്നു. അല്ലെങ്കിൽ ഒരു 100 കൊല്ലം മുമ്പുള്ള മലയാളിയുടെ ഭക്ഷണം. അത് കഴിഞ്ഞ് മലയാളി വികസിക്കാൻ തുടങ്ങി, നഗരങ്ങളുണ്ടാകാൻ തുടങ്ങി. വീട്ടുഭക്ഷണം കഴിച്ചിരുന്ന മലയാളി ഹോട്ടൽ ഭക്ഷണത്തിലേക്ക് മാറാൻ തുടങ്ങി. പാക്കറ്റ് ഭക്ഷണ സാധനങ്ങൾ നാട്ടിൻപുറങ്ങളിൽ പോലും കിട്ടാൻ തുടങ്ങി. ബിസ്ക്കറ്റ്, മണ്ടൻ ബ്രെഡ്, ചോക്ലേറ്റ്, ഇങ്ങനെ ഐസ്ക്രീം, ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക്, അട്രാക്റ്റീവായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിലേക്ക് കേരളം ഒട്ടാകെ ഇങ്ങനെ ബേക്കറികൾ കൂണുപോലെ മുളയ്ക്കാൻ തുടങ്ങി. ഇതിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള 2 സ്ഥാപനങ്ങൾ ബേക്കറിയും ഇംഗ്ലീഷ് മരുന്ന് കടകളുമാണ്.
ഏത് സ്ഥലത്ത് പോയാൽ 1, 2, 3, 4 ബേക്കറി, 5-മത്തത് മരുന്നുകൾ. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി, ആ ഭക്ഷണ സാധനങ്ങൾ ദഹിച്ച് ശരീരം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ശരീരം എന്തോ വേറൊരു സാധനം, ഭക്ഷണം കഴിക്കുന്നത് വേറൊരു പ്രക്രിയ, ഭക്ഷണവും ഈ ശരീരമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല എന്നുള്ളൊരു തോന്നലാണ് നമുക്കെല്ലാം ഉള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചിട്ടാണ് ഹൃദയം ഉണ്ടാവുന്നത്. അപ്പോഴും ആളുകൾ പറയും ആ ഹൃദയം ഉണ്ടല്ലോ, ഉള്ള ഹൃദയത്തിലേക്കല്ലേ നമ്മൾ ഭക്ഷണത്തിൻ്റെ ചെല്ലുന്നുള്ളൂ. പക്ഷേ അതിലെ കോശങ്ങൾ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും മനുഷ്യ ശരീരത്തിൽ 10 ലക്ഷം കോശങ്ങൾ മരിക്കുന്നുണ്ട്. അതെല്ലാ ഭാഗത്തുനിന്നുമായിട്ടാണ്, തലച്ചോറിലും കണ്ണിൻ്റെ ലെൻസും പല്ലിലെ ഇനാമലും ഒഴിച്ച്. അപ്പോൾ ഹൃദയത്തിൽ നിന്നും കോശങ്ങൾ മരിക്കുന്നു. ഓരോ സെക്കൻഡിലും പുതിയതവിടെ കൊണ്ടുപോയി വെക്കണം. പുതിയ കോശങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാധീനമുള്ള ക്വാളിറ്റി ഉള്ള കോശങ്ങളാണ്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ക്വാളിറ്റി ചെറുപ്പത്തിൽ നന്നായിരിക്കാം. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടണമെങ്കിൽ അതിന് പറ്റിയ ആ ക്വാളിറ്റിയുള്ള സെല്ലുകൾ ഉണ്ടാക്കാൻ പറ്റിയ ക്വാളിറ്റിയിലുള്ള ഭക്ഷണപാനീയങ്ങൾ, റോ മെറ്റീരിയൽ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ 80-ന് ശേഷം മലയാളിയുടെ ആഹാരക്രമം താളം തെറ്റി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 70 കൂട്ടിക്കും. അത് തുടങ്ങി നമ്മുടെ ഹൃദയത്തിൻ്റെ ക്വാളിറ്റിയും കുറയാൻ തുടങ്ങി. രക്തത്തിൻ്റെ ക്വാളിറ്റി മോശമാകാൻ തുടങ്ങി. പൊള്യൂട്ടഡ് ആകാൻ തുടങ്ങി. പൊള്യൂട്ടഡ് ബ്ലഡ്, അത് പെസ്റ്റിസൈഡ്സ് ഉണ്ട്, ജങ്ക് ഫുഡുണ്ട്, ചിന്താവിഷങ്ങളുണ്ട്. നമ്മൾ ഒരു വൈരാഗ്യം ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പറയുമ്പോൾ, ഭയക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അഡ്രിനാലിൻ്റെ ചേഞ്ച്, ഹോർമോൺ ചേഞ്ചുകൾ ഹൈലി പൊള്യൂട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് ഭയന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയിലെ വെള്ളം, തൊണ്ട പറ്റും, സംസാരം വരില്ല, കാല് വിറയ്ക്കും, ഹൃദയം പമ്പ് ഭയങ്കരമായിട്ട് ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഹൃദയം കൂടുതൽ ഇടിക്കാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെസ് റിലേറ്റഡ്, സ്ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെയാണ്. ഇതെല്ലാം ഹൃദയത്തിന് കേടുവരുത്തുന്നതാണ്. അപ്പോൾ പതുക്കെ മലയാളി തെറ്റായ ഭക്ഷണ സാധനങ്ങളിലേക്ക് വന്നു, കച്ചവട ഭക്ഷണ സാധനങ്ങളിലേക്ക്, ഫാക്ടറി ഫുഡിലേക്ക് വന്നു. മലയാളിയുടെ ഭക്ഷണം ഇപ്പോൾ ഇറച്ചി പോലും ഫാക്ടറി ഇറച്ചിയാണ്. ഇനിയിപ്പോൾ ലാബ് ഇറച്ചി വരാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് 80 തുടങ്ങി മറ്റൊന്നും കൂടെ സംഭവിച്ചു. ഈ തെറ്റായ ഭക്ഷണം ചെന്ന മലയാളിയുടെ ഉള്ളിൽ കഫം കൂടി, അസിഡിറ്റി കൂടി, മലബന്ധം പിടിച്ചു. അതിൽ തുടർന്നുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെയാണ് പനി, ജലദോഷം, ഛർദി, വയറിളക്കം, ത്വക്ക് രോഗങ്ങൾ. ഇതിനൊക്കെ മലയാളി കാരണം മാറ്റുകയല്ല ചെയ്തത്. എനിക്ക് ത്വക്ക് രോഗം ഉണ്ടായത് ത്വക്ക് രോഗം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഭക്ഷണപാനീയങ്ങളോട് ഞാൻ കഴിക്കുന്നതുകൊണ്ടാണ്. അതിന് പകരം അണുക്കളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു തോന്നൽ, ഒരു 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 പഠിപ്പാണ് നമുക്ക് പാശ്ചാത്യ വൈദ്യത്തിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെ ഞാൻ സംശയിക്കുന്നില്ല, നോക്കുന്നില്ല, നേരെ അണുക്കളെ കൊല്ലാനുള്ള മരുന്ന് കഴിക്കലാണ്. ഒരു പനി വരികയാണെങ്കിൽ ആ പനി പോലും ശരീരം എന്തുകൊണ്ട് പനി ഉണ്ടാക്കിയെന്ന് ആലോചിക്കാതെ പനി കുറയ്ക്കാനുള്ള മരുന്ന്. മുട്ടുപോയവരടുത്ത് ഇടിച്ച് മുട്ടുവേദനയുണ്ടായി, അതിന് വേദന മാറ്റുന്ന മരുന്നാണ്. എന്തുകൊണ്ട് ഈ മുട്ടുവേദന ഉണ്ടായി, അവിടെ ചതഞ്ഞതുകൊണ്ടാണ്, കേടുപറ്റിയതുകൊണ്ടാണ്, അത് മാറാൻ സമയമെടുക്കും. അത് മാറുന്നത് വരെ വേദന അവിടെ നിലനിർത്തിയില്ല എങ്കിൽ ഞാൻ വീണ്ടും ആ ഭാഗം ഉപയോഗിക്കും, കൂടുതൽ ഡാമേജ് വരും. അപ്പോൾ ആ ഭാഗം ഉപയോഗിക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി എന്നെ വിലക്കാൻ വേണ്ടിയിട്ടാണ്, സെൽഫ് പ്രൊട്ടക്ഷനാണ് ശരീരത്തിൻ്റെ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഈ മരുന്നുകൾ, പെയിൻ കില്ലേഴ്സ്, പനിമരുന്ന്, ഇതെല്ലാം ഹൃദയത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പതുക്കെ അറ്റാക്കിൻ്റെ, ബ്ലോക്കിൻ്റെ ഒരു തലം കൂടിക്കൂടി വരുന്ന, ശരീരം ദുഷിക്കും തോറും കൂടിക്കൂടി വരുന്ന, ശരീരം ബലഹീനമാകും തോറും കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ ശരീരം ശക്തിപ്പെടുത്തുക, ബലിഷ്ഠമാക്കുക എന്നുള്ള അടിസ്ഥാന തലത്തിൽ ചെയ്യുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ ചികിത്സകർ, ആളുകളും ആരോഗ്യവകുപ്പും ഒക്കെ അതിൻ്റെ മരുന്ന് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. മരുന്ന് കൊടുക്കുക. അപ്പോൾ BP കൂടി നിൽക്കുകയാണെങ്കിൽ BP കുറയ്ക്കാൻ മരുന്ന് കൊടുക്കുക, ഷുഗർ കൂടി നിൽക്കുകയാണെങ്കിൽ ഷുഗർ കുറയ്ക്കാൻ മരുന്ന് കിടക്കുക, കൊളസ്ട്രോളാണ് കൂടിയതെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുക, ട്രൈഗ്ലിസറൈഡ്സ് കൂടിയാൽ ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുക. ട്രൈഗ്ലിസറൈഡ് കൂടിയിട്ട് കുറച്ചിട്ട് എന്താ കാര്യമുള്ളത്? BP കൂടി മരുന്ന് വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? BPയുടെ കാരണം, ട്രൈഗ്ലിസറൈഡ് കൂടിയതിൻ്റെ കാരണം മാറ്റാത്തിടത്തോളം ഇവിടെ കോംപ്ലിക്കേഷൻ കൂടുക ചെയ്യുന്നത്, ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ കാണുമ്പോൾ ആളുകൾ ഗുളിക കഴിക്കുന്നു, ഷുഗർ കുറഞ്ഞു, BP കുറഞ്ഞു, ട്രൈഗ്ലിസറൈഡ്സ് കുറഞ്ഞു, സമാധാനമായിട്ട് നടക്കുകയാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ പ്രതിസന്ധി രൂക്ഷമാകുകയാണ്, കൂടുകയാണ്. ആരോഗ്യം, അതുപോലെ മരുന്നിൻ്റെ കോംപ്ലിക്കേഷൻസ്, തെറ്റായ ഭക്ഷണത്തിൻ്റെ, അതിൻ്റെ ഒരു സമാപ്തി ഘട്ടമായിട്ടാണ് കോവിഡിൻ്റെ വാക്സിൻ ഇറങ്ങിയത്. കോവിഡിൻ്റെ വാക്സിൻ ഇറങ്ങിയപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെല്ലാം പറഞ്ഞു എടുക്കരുത്. പക്ഷെ സർക്കാർ നമ്മളെ ചതിച്ചു. സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമ്മളെ ചതിച്ചു. എന്താണ് ഈ സാധനം ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ കുത്തക മരുന്ന് കമ്പനികൾ ഉണ്ടാക്കി വെച്ച സാധനം, ആ സാധനം നമ്മളെ നിർബന്ധിച്ച് അവരെടുപ്പിച്ചു. ഫൈസർ ആണെങ്കിലും മൊഡേണയാണെങ്കിലും ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസർ ആണെങ്കിലും നമ്മുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അവരെല്ലാവരും പറഞ്ഞു ഇത് ഞങ്ങൾ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ വാക്സിൻ അല്ല, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഫാസ്റ്റ് ട്രാക്ക് ക്ലിയറൻസ് വാങ്ങി നൽകുന്ന വാക്സിനാണ് ഇത്. നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി, നിങ്ങളെടുത്തിട്ട് എന്ത് കുഴപ്പം പറ്റിയാലും ഞങ്ങൾ ഉത്തരവാദികളല്ല, നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ഞങ്ങളുണ്ടാക്കിയ സാധനം നിങ്ങളെടുക്കുന്നതിൻ്റെ കുഴപ്പമില്ല ഉണ്ടായാൽ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. കാശിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളെടുത്തു. ഈ സാധനം എന്താണ്, ഇതിനുള്ളിൽ എന്തൊക്കെയാണ്, ഇത് എടുത്താൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് എന്നുള്ള പരിശോധനകളൊന്നും നടത്താതെയാണ് കേന്ദ്ര സർക്കാർ ഈ വാക്സിൻ അനുവാദം കൊടുക്കുന്നത്. അതങ്ങനെ തന്നെ കേരള സർക്കാർ, പഞ്ചായത്ത് മെമ്പർമാർ, പാർട്ടി സംവിധാനങ്ങൾ, ആശാ വർക്കർമാരെ എല്ലാറ്റിലും ഉപയോഗിച്ച് നിർബന്ധമാണ്, എടുക്കാതെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല, കോളേജിൽ കയറാൻ പറ്റില്ല, ബാങ്കിൽ പോകാൻ പറ്റില്ല, മാളിൽ പോകാൻ പറ്റില്ല, ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല, ട്രെയിനിൽ പോലും കയറാൻ പറ്റില്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയ ആളുകളെ കോർണർ ചെയ്ത് എടുപ്പിച്ചു. എടുത്തവർ തുരുതുരാ വീണ് മരിക്കാൻ തുടങ്ങിയതാണ് അതിനുശേഷമുള്ള ചരിത്രം. 10 പേർക്ക് നിപ്പ പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു ഭൂകമ്പമാണ് ഈ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പോടെ കാണിക്കുന്നത്. ഇത്രയും പേര് കുഴഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങി, ഹാർട്ട് അറ്റാക്ക് പെരുകി, കുട്ടികൾ വരെ അറ്റാക്കിൽ വീണ് മരിക്കും. എന്തുകൊണ്ട് സർക്കാർ ഒരു അന്വേഷണത്തിന് തയ്യാറാവുന്നില്ല? അവർക്കറിയാം. ഈ ഓരോ രാജ്യത്തും ചൈനീസ് മോഡൽ അധികാരപ്രയോഗം സാധിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ നിലനിർത്തുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. വേൾഡ് പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ട് ഭരിക്കുന്ന, ജനങ്ങളുടെ അഭിപ്രായത്തിന് ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഭരണാധികാരികൾ ഇന്ന് ലോകത്തില്ല. അവരെ വാഴാൻ സമ്മതിക്കില്ല, തുടരാൻ സമ്മതിക്കില്ല. മുകളിൽ നിന്ന് ഈ ശക്തികൾ പറയുന്നത് അതേ വഴി അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഭീകരർ മാത്രമേ ഇന്ന് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തെ മറ്റു രാജ്യങ്ങളിലായാലും ഭരണാധികാരികളായിട്ടുള്ളൂ. ഇപ്പോൾ കോവിഡിൻ്റെ സമയമായാലും വാക്സിൻ്റെ സമയമായാലും ഉമ്മൻചാണ്ടിയോ VS അച്യുതാനന്ദനോ EK നായനാരോ ഒക്കെയാണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇതുപോലെ ജനങ്ങളെ അടിച്ചമർത്തി അടിച്ചേൽപ്പിക്കില്ലായിരുന്നു. ഉമ്മൻചാണ്ടി അങ്ങനെയാണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇവിടെ സഖാക്കൾ മുഴുവൻ ഇറങ്ങി കത്തിച്ചാണ് കേരളം. അദ്ദേഹത്തിന്റെ പേരിലും ഈ വാക്സിൻ എടുത്തില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അത് ഈ ലോബി അത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ പോയി മരിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ എനിക്കെതിരെ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലൊരു ക്യാൻസർ വിദഗ്ധൻ, ക്യാൻസർ കരിക്കലുകാരൻ എന്ന് പറഞ്ഞ ഒരു ജോജോ ഭയങ്കരമായിട്ട്, അതെ. അപ്പം നമ്മൾ ചോദിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഹോസ്പിറ്റലും തുറന്നു വയ്ക്കുക, നമുക്കൊരു താരതമ്യ പഠനം നടത്താം, ഒരു മൂന്നാമത്തെ ഏജൻസി വരട്ടെ, സ്വതന്ത്രമാക്ക്. നിങ്ങൾ എവിടെ പോയിട്ടാണ് രോഗികൾക്ക് കൂടുതൽ സ്വസ്ഥത, സമാധാനം, സന്തോഷം, രോഗമാറ്റം കിട്ടുന്നത് എന്നുള്ളത് ഒരു മൂന്നാമത്തെ ഏജൻസി പഠിക്കട്ടെ. ഇനി രോഗമാറ്റം കിട്ടാൻ വയ്യാത്തൊരു രോഗം ഉണ്ടെങ്കിൽ തന്നെ ആ രോഗത്തിന് പരമാവധി ആശ്വാസം, കുറഞ്ഞ ചെലവ്, കൂടിയ മെച്ചം, അതെവിടെയാണെന്ന് നോക്കണം. തയ്യാറല്ല. അവരവരുടേത് മുഴുവൻ ഭീകരമായി അടച്ചു വയ്ക്കുകയും അവർ ദുരിതം വിൽക്കുകയും അതിന് രോഗിയുടെ കുടുംബം മുടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലം, അത്രയും സാമ്പത്തികമായൊരു ശക്തിയാണത്. അതിൻ്റെ കൂടി അധികാര ശക്തി. ഇന്ന് ലോകം മുഴുവൻ ചൈനീസ് ഭീകരഭരണമാണ്. അപ്പോൾ ഹെൽത്ത് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ഹെൽത്ത് ബില്ല് വരുന്നത് ആർക്ക് രോഗമുണ്ടെന്ന് സംശയം തോന്നിയാലും, പകർച്ചവ്യാധിയാണെന്നുള്ള സംശയം തോന്നിയാൽ അയാളെ അറസ്റ്റ് ചെയ്യാം.
അയാളെ ക്വാറന്റൈൻ ചെയ്യാന്ന് വെച്ചാൽ ഇരുട്ടറയെ കൊണ്ട് തള്ളാം. ആരുടെ വീട്ടിലും ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് കയറാം. ഇവിടെ അണുകൊണ്ടെന്ന് സംശയമുണ്ട്, നിങ്ങളങ്ങോട്ട് ഇറങ്ങി 2 മണിക്കൂർ നോട്ടീസ് തരും, നിങ്ങൾ വീട് ഒഴിഞ്ഞു കൊടുക്കണം. അണുമുക്തമാക്കിയെന്ന് ഉറപ്പുവരുത്തിയാൽ തിരിച്ചു തരും. ഒറ്റ എന്നുള്ള കളക്ടറുടെ ഒരു അനുവാദം. അപ്പോൾ കളക്ടർ അങ്ങോട്ടല്ലേ അനുവാദം കൊടുക്കണം, നമുക്ക് അനുവാദം തരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ അണുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ ഇല്ല എന്ന് പറയുന്നു. അത് പേരിനൊന്ന് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കോവിഡ് വാക്സിൻ അടിച്ചേൽപ്പിച്ച് എടുത്തവരെല്ലാം തുരുതുരാ വീഴാൻ തുടങ്ങി. നടന്നു മരിക്കുകയാണ് കേരളത്തിലെ ചെറുപ്പക്കാരെന്ന്. ഡോക്ടർമാരുടെ കാര്യമോ, മാരത്തോൺ പങ്കെടുത്ത് 43 വയസ്സുള്ള ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ, അതും കേരള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് അസോസിയേഷൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ്, മാരത്തോൺ കഴിഞ്ഞ് പറഞ്ഞു മരിച്ചു. കൂടെയുള്ളവർ അപ്പോൾ CPR കൊടുത്തു, ഹോസ്പിറ്റലിൽ എത്തിച്ചു, മിനിറ്റ് കൊണ്ട് കിട്ടി. മണ്ണാർക്കാട് ഒരു ഡോക്ടർ ഇതുപോലെ നടക്കാൻ പോയാണ് രാവിലെ. ആരോഗ്യത്തിൽ ശ്രദ്ധയുള്ളതുകൊണ്ടാണ് അവർ നടക്കുന്നത്. എത്രയോ ആരോഗ്യത്തിൽ ശ്രദ്ധയുള്ള ഒരാളാണ് മാരത്തോണിൽ പങ്കെടുക്കുക. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഡോക്ടറാണ് നടക്കുന്ന പ്രഭാത സവാരിക്കടെ ബസ് വെയിറ്റിംഗ് ഷെഡിൽ മരിച്ചിരിക്കുകയാണ്. ഇത് ഡോക്ടർമാരില്ല, എത്ര മത്സ്യത്തൊഴിലാളികൾ കുഴഞ്ഞു മരിച്ചു. നന്നായി അധ്വാനിക്കുന്നവരല്ലേ. ഈ വാക്സിൻ എടുത്തതിന് ശേഷമുള്ള പെരുകിയ മരണങ്ങളെക്കുറിച്ച് ഇവർ പഠിക്കാൻ തയ്യാറല്ല. ICMR തന്നെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് വെച്ചത് വാക്സിനുമായിട്ട് ഒരു ബന്ധവും കണ്ടുപിടിക്കാൻ. എന്നാൽ പിന്നെ എന്താ ബന്ധമെന്ന് പറയേണ്ടവർ, എന്തുകൊണ്ടാണെന്ന് പറയേണ്ടത്? വാക്സിൻ്റെ അല്ല, കാരണം കളിക്കാൻ പറ്റില്ല. അത്രയും കോടികളുടെ ബിസിനസ്സിൻ്റെ മേഖലയിൽ കയറി കൊത്താനായിട്ട് അവർക്കൊന്നും ധൈര്യമില്ല, ചെയ്യില്ല. പിന്നെ ഒരാൾക്ക് നിപ്പ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും സമാധാനിക്കാൻ പറ്റില്ല. ആളുകൾ കൺമുമ്പിൽ കുഴഞ്ഞു വീഴുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഒരാൾക്കെങ്ങാനും നിപ്പയോ കപ്പയോ വന്നാൽ ഭൂകമ്പമാണ് ഈ രാജ്യത്ത്. അപ്പോൾ ഹൃദയം ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ തെറ്റായ ജീവിതത്തിൽ വന്ന് അതിൻ്റെ ഒരു പൂർത്തിഭാവമായിട്ടാണ് ഈ കോവിഡ് വാക്സിൻ പോലുള്ള വിഷങ്ങൾ ആളുകൾ ഉള്ളിലേക്ക് അടിച്ചു കയറ്റിയുള്ളൂ. ഈ കോവിഡ് വാക്സിൻ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞാണ് മൈക്രോ ബ്ലഡ് ക്ലോട്ട്സ് ആണ് ഉണ്ടാകുക. അതിൽ സ്കാൻ ചെയ്താലും കിട്ടില്ല, അറിയാതെ മരണത്തിലേക്ക് വീഴുക ചെയ്യുക. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭക്ഷണവും ഈ പറഞ്ഞ വാക്സിൻ്റെ ഒക്കെ എഫക്റ്റാണ് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് കൂടാനുള്ള കാരണം. മരുന്നുകളുടെയും കൂടെ നമ്മുടെ തെറ്റായ ഭക്ഷണം. ഇപ്പോൾ വെള്ളം കുടിക്കുന്നില്ലല്ലോ മനുഷ്യർ, കുടിക്കുന്ന മുഴുവൻ ചായയും കാപ്പിയാണ്, അല്ലെങ്കിൽ കോള, ബിയർ. ഇതൊന്നും വെള്ളമല്ല. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രം കഴുകിക്കളയാവുന്ന വിഷങ്ങൾ തന്നെയാണ്. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് ഗുണമല്ലാത്തതെല്ലാം വിഷങ്ങളാണ്. ഒരു ചായയോ കാപ്പിയോ കഴിച്ചാൽ 8 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിലാണ് അതിൻ്റെ കറ കഴുകിക്കളയാൻ പറ്റുക. ഒരു കോള കുടിച്ചാൽ 21 കുപ്പി വെള്ളം വേണ്ടി വരും അതിൻ്റെ കെമിക്കൽ കഴുകിക്കളയാൻ. അപ്പോൾ ഡീഹൈഡ്രേഷൻ കൂടുതൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ജലപാനമേ നമുക്കുള്ളൂ. ഹാർട്ടിൻ്റെ ആണെങ്കിലും രക്തം കട്ടയാവുന്നതാണെങ്കിലും ബ്ലോക്ക് വരുന്നതാണെങ്കിലും ഹാർട്ടിന് തകരാറ് വരുന്നതാണെങ്കിലും വെള്ളം കൂടി കുറഞ്ഞാൽ വരുന്നതാണ്. ഇപ്പോൾ പലർക്കും വെളുപ്പിനൊക്കെയാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. വെള്ളമില്ല, രാത്രി വേണ്ടത്ര വെള്ളം കുടിച്ചിട്ടില്ല. കഴിച്ചതാണെങ്കിൽ തന്നെ വറുത്തതും മൊരിച്ചതുമാണ്. കഴിച്ചു എന്നുള്ള ഇയാൾ കഴിച്ചിട്ടുണ്ടാവും വെള്ളം, പക്ഷെ ആ വെള്ളം വറുത്തതും മൊരിച്ചതിനും മതിയാവില്ല. പഴം കഴിച്ച ആൾക്ക് വെള്ളം ആവശ്യമുള്ളതുപോലെ അല്ലല്ലോ ചോറ് തിന്നുന്ന ആൾക്കുള്ളത്. ചോറും കറിയും കഴിക്കുന്ന ആൾക്കുള്ളത് പോലെയല്ല വറുത്തത് തിന്നുന്ന ഒരാൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം. അപ്പോൾ വെള്ളം കുടിച്ചു എന്ന് കരുതിയാൽ തന്നെ അയാളുടെ ഭക്ഷണക്രമം കൊണ്ട് വളരെ കൂടുതൽ വെള്ളം ആവശ്യമുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഒരു മാനസിക സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ വേണ്ടി വരും. നമുക്ക് ഭയം വന്നാൽ വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പം അങ്ങനെ വെള്ളത്തിൻ്റെ അഭാവമുണ്ട്, ഓക്സിജൻ്റെ കുറവുണ്ട്. ആളുകളൊക്കെ ഇപ്പോൾ മുഴുവൻ അടച്ചുപൂട്ടിയ വീടുകളിലാണ്, അടച്ചുപൂട്ടിയ മുറികളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ കുറവ്, വെള്ളത്തിൻ്റെ കുറവ്, നല്ല ഭക്ഷണപാനീയങ്ങളുടെ കുറവ്, നല്ല വിചാരങ്ങളുടെ കുറവ്, ഇങ്ങനെയുള്ള നിരവധി കുറവുകളാണ് നമ്മളിതിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ കൂടെ ഇത്തരത്തിലുള്ള അപകടകാരികളായ മരുന്നുകളും വാക്സിനുകളും തെറ്റായ ഭക്ഷണം എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഗതികേട്ടിലായിട്ടുള്ളത്. Like, subscribe and press bell button. Stay tuned for more videos.